ഇപ്പൊ ഓണത്തിന് ശേഷം പിന്നെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തില്ലല്ലോ. ഇല്ല, ഓണത്തിന് ശേഷം ഞാൻ വീഡിയോ പിന്നെ അപ്ലോഡ് ചെയ്തില്ല. തിരക്കൊണ്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യണം പുതിയ ദിവസം. ഇപ്പം നമ്മൾ ഏകദേശം ഇപ്പോൾ ഓണം കഴിഞ്ഞിട്ട് ഏകദേശം 2 ആഴ്ച കൂടുതലായിരുന്നു. അതായത് 15-ാം തീയതിക്ക് ശേഷം പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല. ഇന്നിപ്പോൾ ഇന്നിപ്പോൾ 29, നല്ല ഗ്യാപ്പ് വന്ന്. ഇനിയിപ്പം കണ്ടിന്യൂസ് അങ്ങോട്ട് വീഡിയോ അടുപ്പിച്ചടിച്ച് തരും. നല്ല തിരക്കുകളെല്ലാം നമുക്കൊരു വീഡിയോ ചെയ്താലോ? ചെയ്യാം. അത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, നമ്മളിപ്പം എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ ചിലപ്പം ഇപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്നോ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവരൊക്കെ യൂസ്ഫുള്ളാവും. ഇപ്പം ചിലപ്പം സവാളയും ചിലപ്പോൾ തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ കിച്ചണിൽ കാണത്തുള്ളൂ. 2-3 ഐറ്റംസ്, ചിലപ്പോൾ 4 ഐറ്റംസ്, ചിലപ്പം നമ്മളെ മുട്ടക്കോസും ചിലപ്പോൾ ഉരുളക്കിഴങ്ങ് അത് വെച്ചുണ്ടാക്കുന്ന കറികൾ. അപ്പം എന്ന് വെച്ചാൽ 2 ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും 3 ഐറ്റംസ് മാത്രം, അല്ലെങ്കിൽ മുട്ട. ഇപ്പം ഉദാഹരണത്തിന് മുട്ട ബ്രെഡ് അതൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഐറ്റംസ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 2-3 ഐറ്റംസ്, അതിനകത്ത് ഏകദേശം 500-ലധികം ഐറ്റംസ്. ഈ 2 വെച്ച് 500-ലധികം ഒരുപാട് ഐറ്റംസ്. നമുക്കതിന് ഏത് വേണമെങ്കിൽ ഞാൻ അത് സ്ക്രീൻഷോട്ട് വെച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു. ഇതെന്തോ വെബ്സൈറ്റ് ആണോ? ഒരു ചെറിയൊരു വെബ്സൈറ്റാണ്. അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് കൂടുതലും ഇംഗ്ലീഷുകാര ഒരു ഡിഷസാണ്. എന്ന് വെച്ചാൽ എത്രത്തോളം യൂസ് ആവുമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ആ വീഡിയോ കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കണ്ടപ്പം നിങ്ങളിലൂടെ ആ വീഡിയോ എത്തിക്കാമെന്ന് വെച്ച് എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഓക്കെ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സൂപ്പർ കുക്ക് എന്ന് സെർച്ച് ചെയ്യാം. ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം സൂപ്പർ കുക്ക് എന്നുള്ള സൈറ്റ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഇപ്പം സൂപ്പർ കുക്കിൻ്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം ആ ഗെറ്റ് സ്റ്റാർട്ട് എന്നൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സ്റ്റാർട്ട് ആയിക്കോളും. അപ്പം നമ്മൾ ജസ്റ്റ് ഇപ്പം ജസ്റ്റ് ഞാൻ പാൻറ്റിയുടെ സെക്ഷൻ എടുക്കുകയാണ്. പാൻറ്റിയുടെ സെക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് ഏതാണോ വേണ്ടത്, ഇപ്പം ഞാൻ ഉദാഹരണം ബട്ടറും എഗ്ഗും വെച്ചിട്ട് ഇവിടെ റെസിപ്പി എടുക്കണം. റെസിപ്പി എടുക്കുമ്പോൾ ഇതിനകത്തിപ്പോൾ 1047 റെസിപ്പീസാണ് വന്നിരിക്കുന്നത്. ഇപ്പം ചിലത് വീഡിയോ മാത്രമേ കാണിച്ചത്, ഫോട്ടോ മാത്രം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കണക്ക് ഇത് വീഡിയോ വെച്ചിട്ടുണ്ടാണ്. കൂടുതൽ മറ്റേ ഗൾഫ് അങ്ങനെയൊക്കെ യൂറോപ്പ് അങ്ങനെയൊക്കെയുള്ള കൺട്രിയിലുള്ള ഫുഡാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതെനിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കാം. നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ബാക്ക് കൊടുക്കുക. പാൻട്രിയുടെ സൈഡ്സിനായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതങ്ങ് മാറ്റുന്നു. ബട്ടർ ഇപ്പം ജസ്റ്റ് ഉദാഹരണം വെജിറ്റബിൾ എൻ്റെ ഇപ്പം ഞാനിപ്പോൾ ഓണിയനും ടൊമാറ്റോയും മാത്രം കൊടുക്കും. ഓണിയനും ടൊമാറ്റോയും കൊടുക്കുന്നു. ഓക്കെ, ടൊമാറ്റോയും കൊടുക്കുമ്പോൾ റെസിപ്പി കൊടുക്കാം. ഞാനിപ്പം 161 റെസിപ്പിയാണ് ഉള്ളത്. ഇപ്പം 161 റെസിപ്പി ആൾ കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏതൊക്കെ റെസിപ്പി ഉണ്ടോ അതെല്ലാം അവിടെ വരും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുക്കുന്നു. ഇതേണൊക്കെ നമുക്ക് ഒരുപാട് മഷ്റൂമിൻ്റെ സെക്ഷനുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്രൂട്ട്സ് വെച്ചിട്ട് ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ, പിന്നെ ബെറീസ്, പിന്നെ മറ്റേ നട്ട്സ്, സീഡ്സ് അങ്ങനെയൊക്കെ ഒരുപാട്, ചീസ് കാറ്റഗറി, ഡയറി, എഗ്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. പിന്നെ ഹോം പേജ് നോക്കുമ്പോൾ ഇവിടെ അതിനകത്ത് ഒരുപാട് ഫുഡ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫേവറേറ്റ് ചെയ്യാൻ പിന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എംറ്റിയാണ്. പിന്നെ ഇത് ഫേവറേറ്റ്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഫേവറേറ്റ് ആണ്. പക്ഷേ എനിക്ക് ജസ്റ്റ് ഇത് യൂസായിട്ട് തോന്നിയോണ്ടാണ് ഞാനിതിൽ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ ഇടയ്ക്ക് വെച്ച് കുറച്ച് വീഡിയോ ഗ്യാപ്പ് വന്നാൽ ഇനി കണ്ടിന്യൂസ് വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.